നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ സംസാരം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും എൻ്റെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ നരേനാണ്. തമിഴിലും മലയാളത്തിലും ഒരേപോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നരേൻ ഇപ്പോൾ കൊച്ചിയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ കൂടുതൽ സജീവമാകാൻ വേണ്ടിയാണ് നരേൻ വന്നിരിക്കുന്നത്. അപ്പോൾ നരേൻ്റെ ഭാവി പരിപാടികളെ കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞു വന്ന കാലങ്ങളെക്കുറിച്ചും വീണ്ടും ഓർക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കത് മങ്കട സാറും അടൂർ സാറിൻ്റെ അല്ലാതെ ഒരു പടവും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? വേറെ അങ്ങനെ മങ്കട സാർ ചെയ്തിട്ടുണ്ട്, മങ്കട സാറും ചെയ്തിട്ടുണ്ട്, അടൂർ സാറിൻ്റെ അല്ലാണ്ട് ചെയ്തിട്ടുണ്ടല്ലോ. നീലക്കല്ല മറ്റേ ചില ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പടങ്ങൾ. അദ്ദേഹത്തിൻ്റെ എങ്ങനെയായിരുന്നു? ലാസ്റ്റ് 30 years, ലാസ്റ്റ് ഫ്യൂ ഫിലിംസ് ആണ് കണ്ടിന്യൂസ്ലി മങ്കട സാർ മരിക്കുന്നത് വരെ മങ്കട സാർ ഈ പടം ചെയ്യുമ്പോൾ 73, 74 ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അപ്ഡേറ്റഡ് ആയിരുന്നു. ഈ രസം എന്താ വെച്ചാൽ പാർലൈറ്റുകൾ കൊണ്ടുവന്നു. മങ്കട സാർ ആദ്യമായിട്ടാണ് പാർലൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹം ടങ്സ്റ്റൺ ലൈറ്റിൽ, അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി ലൈറ്റൊക്കെ ഇട്ടിട്ട് ടോണൊക്കെ വെച്ച് നോക്കിയിട്ട്, അപ്പോൾ ടങ്സ്റ്റൺ ലൈറ്റിൽ നമ്മളൊരു ബ്ലൂ ഫിൽറ്റർ ഇട്ടിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ പാർലൈറ്റ് വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പുള്ളി ഇത് നോക്കിയിട്ട് പുള്ളിക്ക് ഇത് പറ്റിയില്ല, കാരണം ഹി കുഡ് നോട്ട് ഡു. എന്നിട്ട് പുള്ളി ഓൾഡ് സ്റ്റൈൽ, ദ വേ ഹി യൂസ് ടു ഡു ഇറ്റ്, അതിലായിരുന്നു ലൈറ്റിംഗ് ചെയ്തിരുന്നത്. ആൻഡ് ഹി വാസ് വെരി കംഫർട്ടബിൾ. ഈ പുതിയതൊന്നും ഹി വാസ് നോട്ട് വെരി. അപ്പോൾ എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു. കാരണം എനിക്ക് പഴയത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോഴത്തെ പഠനമാണ്. അപ്പോൾ അതിൻ്റെ മാസ്റ്റേഴ്സ് ഓഫ് വർക്കാണ് വർക്കാണ്. സോ ദാറ്റ് വാസ് സംതിങ്. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അടൂർ സാറും ഇവരൊക്കെ മോണിറ്റർ യൂസ് ചെയ്തിരുന്ന പടം അതാണ്, അദ്ദേഹത്തിൻ്റെ പഠനം. അപ്പോൾ അതൊരു മോർ ദൻ സിനിമ, ഇറ്റ് വാസ് ലേണിംഗ് അബൌട്ട് ലൈഫ്, ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ 2002 അത് കഴിയുന്നു. പിന്നെ 2004 ഞാൻ ഈ പറഞ്ഞ പോലെ വീണ്ടും ജോയിൻ ചെയ്ത് 2003 സ്റ്റാർട്ടിങ്ങിൽ റിസൈൻഡ്. പിന്നെ കുറേ ട്രാൻസ്ഫോർമേഷൻ നടന്ന് വീണ്ടും ഞാൻ അതിൻ്റെ ഇടയിലാണ് മോർണിംഗ് രാഗ എന്ന് പറഞ്ഞ പടം രാജീവ് സാർ ചെയ്തു. പുള്ളി വീണ്ടും വിളിച്ചു, വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഞാൻ പറഞ്ഞു എന്ത് ജോബ്ലെസ് ആണ്. ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു പടം തുടങ്ങുന്നുണ്ട്, അപ്പോൾ ഞാൻ വരാം. അങ്ങനെ അത് അസിസ്റ്റ് ചെയ്യുമ്പോഴാണ് ജയരാജ് സാറിൻ്റെ ഫോർ ദ പീപ്പിൾ കോൾ വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ജനാർദ്ദൻ ചേട്ടൻ്റെ മകളുണ്ട് രമചേച്ചി, രമ്യയും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സതീഷ്. ഇവർ രണ്ടുപേരും ഒരു ആഡ് ഏജൻസിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് കൊടുക്കാത്ത സ്ഥലങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ദുബായിൽ അവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊച്ചിയിൽ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുത്ത് അവരാണ് ജയരാജ് സാറിൻ്റെ അടുത്ത് കൊടുത്ത് ജയരാജ് സാർ അത്. അപ്പോൾ എനിക്കൊരു ആദ്യത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഞാൻ ഈ ക്യാമറാമാൻ, അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ എന്ന് പറഞ്ഞപ്പോൾ പലവർക്കും ഈ സ്ക്രീൻ ടെസ്റ്റിന് പോകുമ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ട് വരുമായിരുന്നു. നിങ്ങളതിനെ അഭിനയിക്കാൻ വരുന്നത്, നിങ്ങൾ നല്ല, അതും രാജീവ് മേൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട്, യു മാഡ് എന്നൊക്കെ ചിലർ ചോദിക്കും. അപ്പോൾ അത് പിന്നെ ഞാനത് പറയൽ നിർത്തി. പിന്നെ ആ പ്രശ്നം തീർന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ അറിഞ്ഞത് ജയരാജ് സാർ ഈ ഫോട്ടോസ് നോക്കിയപ്പോൾ ഓരോരുത്തരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഫോട്ടോയിൽ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അത്ര. അപ്പം സതീഷ് പറഞ്ഞു, ഇയാൾ പേര് സുനിൽ എന്നാണ്, ക്യാമറമാനാണ്, രാജീവ് മേൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ പുള്ളിക്കത് ഒരു ക്യാമറമാൻ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അയാളൊന്ന് കാണാൻ. അത് പോസിറ്റീവായി. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് ഐ ഗോട്ട് എ ബ്രേക്ക് ഓർ ഐ കുഡ് മീറ്റ് ഹിം. അങ്ങനെയാണ് ഐ എൻറ്റർഡ് ഫോർ ദ പീപ്പിൾ. അപ്പോൾ അത് ജയരാജ് സാറിന് പോയി കാണുകയായിരുന്നു. പിന്നെ ഞാൻ പോയി കണ്ടു. അദ്ദേഹം ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ അതിൻ്റെ ഇതിൽ കണ്ടു. ആ പുള്ളി പിന്നീട് പറയുന്നു, ഞാൻ നിങ്ങളെങ്ങനെ ഒബ്സർവ് ചെയ്യായിരുന്നു, നിങ്ങളിങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് നടന്നു. ആൻഡ് I always used to have the habit of walking fast. അദ്ദേഹം ഒബ്സർവ് ചെയ്തതാണ്, ഞാൻ റെസ്റ്റ്ലെസ് ആണ്. ഞാൻ പ്രോബ്ലി I am always, I don't know, in terms of work. അല്ലെങ്കിൽ I don't, I'm the coolest guy. അപ്പോൾ ചാൻസ് കിട്ടാനുള്ള വെപ്രാളൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ പക്ഷെ അതിൽ നിന്നിട്ട് കണ്ടിട്ട് അദ്ദേഹം കാസ്റ്റ് ചെയ്ത് 4 പേരിൽ ഒരാളായിട്ടാണ് കാസ്റ്റ് ചെയ്തത്. ഫോർ ദ പീപ്പിളിൽ 4 പേരിൽ ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ മോർണിംഗ് രാഗ ചെയ്യാണ്, രാജീവ് സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ട്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മ, എൻ്റെ ലാസ്റ്റ് ഡേ വിത്ത് രാജീവ് സാർ, ഷബാന മാഡം ആണ് മെയിൻ. അപ്പോൾ അവരെ ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നായകൻ വന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് അനുഗ്രഹം മേടിക്കുക, സംഗീതം പഠിക്കാൻ. അപ്പോൾ നായകൻ്റെ ലൈറ്റ് ചെയ്യണു, ഇവരിത് ലൈറ്റ് ചെയ്യണു. അപ്പോൾ ഇവരുടെ ഒരു പ്രൊഫൈലാണ് ഇവർക്ക് ഇഷ്ടം. അപ്പോൾ എനിക്കറിയാം ഇത് പ്രൊഫൈൽ. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, സുനിൽ നോട്ട് ദേർ മാഡം ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം അന്ന് രാത്രി പോകണം. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ പോയിട്ട് അനുഗ്രഹം മേടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് ശരിക്കും അനുഗ്രഹം മേടിക്കുകയാണ്. പറഞ്ഞു വാട്ട് ഇസ് ദിസ്? ഞാൻ കാലഘട്ടത്തിൽ വാട്ട് യു ഡു? ഞാൻ പറഞ്ഞു, മാഡം
ഞാൻ അഭിനയിക്കാൻ ഇറങ്ങുകയാണ്. വാട്ട് രാജീവ് ഹീസ് ഗോയിങ്. അപ്പോൾ രാജീവ് പറഞ്ഞു യാ എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പോലെ. അതെ, അല്ല ഇത് പക്ഷേ ചാൻസ് കിട്ടി പോകണതാണ്. അപ്പം അങ്ങനെ ഞാൻ അവരും ഭയങ്കര സർപ്രൈസ്. അവർക്കൊന്നും ഓർമ്മ ഉണ്ടായിക്കോളുന്നില്ല, ഞാൻ പറയാം. ലൈക്ക് അങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് ഈ ലൈറ്റ് മീറ്റർ രാജീവ് സാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഒരു ഇമോഷണൽ രംഗമായിരുന്നു എനിക്ക്. ഐ ആം റീച്ചിങ്. ഞങ്ങൾ അമലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, രാജമണ്ഡ്രി, ആന്ധ്രയിൽ. അവിടുന്ന് ട്രെയിനിൽ ഇവിടെ എത്തി. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ ജയരാജ് കണ്ടപ്പോൾ ജയരാജ് സാർ മീശ എവിടെയെന്ന് ചോദിച്ചു. മീശ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഈ കോളേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് സ്റ്റബിൾസ് ഇട്ട് വന്നിരിക്കുകയാണ്. അതിന് ഒരു മാസം 2 ആഴ്ച മുമ്പ് ഒരു മീശയും താടിയൊക്കെ വെച്ചിട്ടാണ്. അസിസ്റ്റന്റ് ക്യാമറമാൻ അല്ലേ ആര്. അപ്പോൾ ആ ലുക്സ് നോക്കാതെ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു സർ കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ. ഇവിടെ പറഞ്ഞു അല്ല, ക്യാരക്ടർ മാറി കമ്മീഷൻ ഓഫ് പോലീസാണെന്ന്. ഞാനാകെ ടെൻഷൻ. ഞാൻ ബാഗായിട്ട് വന്നിരിക്കുക. ഞാൻ ഉടനെ ബാഗ് എടുത്തു. അപ്പോൾ എന്താ അല്ല സർ ഇപ്പോൾ പോയാൽ ആ ഒരു പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് ഞാൻ, കാരണം എൻ്റെ കോൺഫിഡൻസ് മൊത്തം 4 പേര് മെയിൻ ആയിട്ട് റോൾ, അതിലൊരാൾ. ഇതിപ്പോൾ പോലീസ് എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും നല്ല പ്രായം വെച്ച് നോക്കുമ്പോൾ ബാഗ് അവിടെ വെച്ച് അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞു സർ കമ്മീഷൻ ഓഫ് പോലീസ്. അത് കറക്റ്റ്. ഉടനെ വിളിച്ചു. ശരിയാ കമ്മീഷൻ ഓഫ് പോലീസ് പറ്റില്ല. ഞാൻ പറഞ്ഞു SP ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർ മീശ ഇല്ലാണ്ട് നോക്കാം. മലയാളത്തിൽ ഇപ്പോൾ മീശ ഇല്ലാതെ താനൊരു പോലീസായിട്ട് തുടങ്ങുക, നമുക്ക് അറിയില്ലല്ലോ, നോക്കാം. അങ്ങനെ ഞാൻ അത്രയും കോൺഫിഡൻസ് ജയരാജ് സാർ വരാൻ കാര്യം എന്താ? അതാണ് എനിക്ക് അറിയാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ചില സമയം നമ്മൾ പറയില്ലേ ടൈം ഫേവറബിൾ ആകുമ്പോൾ സർട്ടൻ തിങ്സ് വർക്ക്. അതായിരിക്കാം. അല്ലാണ്ട് നമുക്ക് ലോജിക്കലി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് തന്നെ ഒരു ഉറപ്പില്ലാതെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ജോയിൻ ചെയ്ത് ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്ത് അന്ന് രാത്രി തന്നെ ഞാൻ ഈ പോലീസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അഭിനയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ബ്ലസ്സിയേട്ടനൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. ആരൊക്കെയാണ് അതിൽ കൺഫ്യൂഷൻ എന്നറിയില്ല. അപ്പോൾ ജയരാജ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്തതിന് ശേഷം ഒരാളെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞു. റൂമിലേക്ക് വന്നപ്പോൾ ഉണ്ട് റൂമിൽ ഒരു 10-20 പേര്. സാബു ചേട്ടൻ്റെ ഫ്രണ്ട്സ്, പ്രൊഡ്യൂസർ RD രാജശേഖറും ഫ്രണ്ട്സ്, ക്യാമറാമാനും അസിസ്റ്റൻസ്, ഡയറക്ഷൻ അസിസ്റ്റൻസ്. ഒരു ഡയലോഗ് തന്നിട്ട് ഒന്ന് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ജയരാജ് സാറിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ നിൽക്കണം എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വിചാരിച്ചു എന്തൊരു വിധിയാണിത്. ഇത് നമ്മൾ കൺഫേം ചെയ്ത് സന്തോഷിച്ചിരുന്നിട്ട് നമ്മൾ അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് എന്തോ ചെയ്തു. അപ്പോൾ ജയരാജ് സാർ പറഞ്ഞു അല്ല ഇയാൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണ്, ഭയങ്കര ഷാർപ്പാണ് ഇയാൾ, അങ്ങനെ എപ്പോഴും മൈൻഡിൽ വെക്കണം. ഞാൻ വീണ്ടും വന്നിട്ട് എന്തോ ചെയ്തു. ഒരു പുള്ളി വന്നിട്ട് പറഞ്ഞു ഈ 2ാമത് ചെയ്ത പോലെ ഒന്ന് പിടിച്ചാൽ മതി, ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം നോക്കുമ്പോൾ എനിക്ക് ഷൂട്ടില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഷൂട്ട്. അപ്പോൾ ഈ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഈ 4 പേരെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണം. അപ്പോൾ അവർ വൈകുന്നേരം വരുമ്പോൾ പറയുന്നുണ്ട് അല്ല ഈ സുനിൽ ഇതിലുണ്ടോ, വേറെ ഏതോ ഒരു പോലീസ് ഓഫീസറായിട്ട് ആരെയും അവർ നോക്കുന്നുണ്ട് നോർത്ത് നിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈശ്വര അങ്ങനെ. പക്ഷേ ഇല്ല, അത് ഏതോ ഭാഗ്യത്തിന് ആർക്കോ വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തതാണ്. നമ്മൾക്ക് അത് ഗുണം ചെയ്തു. അത് അത്രയും പ്രാധാന്യമുള്ള കഥാപാത്രം അത് പിന്നെ മനസ്സിലാക്കിയോ? അപ്പോൾ പറഞ്ഞു സാബു ചേട്ടൻ പറഞ്ഞു താൻ നാളെ തുടങ്ങുകയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു പിടുത്തമില്ലല്ലോ ഇതെന്താ. പതുക്കെ മനസ്സിലാവുകയാണ് 4 പേരെ പിടിക്കാൻ വരുന്ന ഒരാൾ. ഓക്കെ ഫൈൻ. അപ്പം അങ്ങനെയായിരുന്നു അതിലേക്കുള്ള എൻട്രി. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഒരു ന്യൂജൻ പടമായിരുന്നു അത്. അതെ അല്ലേ. പിന്നെ പ്രത്യേകിച്ച് അതിലെ പാട്ടുകൾ ഭയങ്കര ഒരു ഇതായിരുന്നു. നമ്മളൊക്കെ അത് TV-യിലൊക്കെ അന്ന് വരുമ്പോൾ വിചാരിച്ചിട്ട് ഏതോ ഒരു ആൽബം മറ്റോ ആയിരിക്കും എന്നാണ് ആ പാട്ടിന്റെ രീതിയൊക്കെ കണ്ടിട്ട്. സിനിമയുടെ സംതിങ് ന്യൂ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിയേറ്ററിൽ ജനങ്ങൾ ഡാൻസ് ചെയ്ത് തുടങ്ങുന്ന ഒരു കൾച്ചറിന്റെ ഒരു ഭാഗം. അതൊരു എൻട്രി വാസ് നൈസ്. അത് വീട്ടുകാർ കണ്ടപ്പോൾ എന്താ പറഞ്ഞു? അത് ഭയങ്കരമായിട്ട് അച്ഛനമ്മയ്ക്കും ഭയങ്കര ഹാപ്പി. അവർക്ക് അതിന് പൈസ കിട്ടിയോ ആദ്യം അഭിനയിച്ചപ്പോൾ? ചെറിയൊരു എമൗണ്ട്, ചെറിയ they were kind enough to give. സ്വാഭാവികമായിട്ടും സ്റ്റാർട്ടിങ് നമ്മുടെ ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മൾ നടനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയോ? അപ്പോൾ വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരൊക്കെ ചെറുതായിട്ട് എൻ്റെ അപ്പിയറൻസും ഈ പടത്തിൻ്റെ ആ ലുക്കും ആക്ച്വൽ ലുക്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. പ്രത്യേകിച്ച് ആ പോലീസ് കട്ട്. അതെന്താ വെച്ചാൽ സത്യൻ സാറ് ഞാൻ ഈ അച്ചുവിൻ്റെ അമ്മയ്ക്കും
റീസൺ അതായിരിക്കാം. കാരണം അച്ഛൻ്റെ അമ്മ ദേ വാണ്ടഡ് എ ന്യൂ കമ്മർ, സോർട്ട് ഓഫ് എ ന്യൂ കമ്മർ. ഈ ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മ വരുന്നു. അപ്പോൾ ഞാൻ ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ട് എനിക്ക് വരുന്ന എല്ലാം സീരിയസ് പോലീസ് റോൾസാണ്. ഞാൻ നേരെ ചെന്നൈ പോയിട്ട് ഞാൻ ക്യാമറ വർക്ക് ചെയ്യായിരുന്നു. ഒരു വർഷം എടുത്തില്ല, ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് ഇതേ പറ്റൂ എന്തൊക്കെയോ അവർ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഞാൻ പോയി ക്യാമറ വർക്ക് ചെയ്യായിരുന്നു. അല്ലെങ്കിൽ അഭിനയിക്കാൻ ഇത്രയും താല്പര്യമുള്ളപ്പോൾ എന്നാ അത് നോക്കാം ആണല്ലേ, നമ്മൾ വന്നല്ലോ. ഓ ശരി, വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും രാജീവ് മേനോന്റെ അടുത്ത് തന്നെ പോയി? അല്ലല്ല, ഞാൻ അപ്പോൾ പുറത്ത് വന്നല്ലോ. രാജീവ് സാർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ആണോ? എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ തന്നെ തെലുങ്ക് ചെയ്തു. അതിൻ്റെ ഇടയിൽ തെലുങ്കിൽ അവർക്ക് ഭരതിനെ വേണമായിരുന്നു. പിന്നെ അവർ ചോദിച്ചു ആ പോലീസായിട്ട് ഏതോ ഒരു പയ്യൻ അവന്, അതും ചെയ്തു. അപ്പോൾ തെലുങ്ക് പഠിച്ചു? ഇല്ല, ആ പടത്തിന് വേണ്ടി ചെയ്തു. അവിടുന്ന് പോയത് ഞാനും ജയരാജ് സാറും ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേർക്കും തെലുങ്ക് അറിയില്ലായിരുന്നു. അപ്പോൾ സംവിധായകൻ തന്നെ അറിയില്ലെങ്കിൽ പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. ബട്ട് ദാറ്റ് ഈസ് വാട്ട് ജയരാജ് സാറിൻ്റെ ചില ഡിസിഷൻസ്, ലൈക്ക് ഈവൻ ദ ബ്രിങ്ങിങ് ഓഫ് ജാസി ഗിഫ്റ്റ്, അദ്ദേഹത്തിൻ്റെ വോയിസ്, ഹി ഹാഡ് ദറ്റ് തിങ്, ദറ്റ് നാക്ക് ടു ക്യാച്ച് ടാലൻസ്. അതായത് ഈ പറഞ്ഞ മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെ പിടിച്ച് നായകനാക്കാൻ അല്ലേ ഒരു മടി. അതിൻ്റെ ഒരു ഗട്ട്സ് ആണ് അത്. പലപ്പോഴും ചിലപ്പോൾ ഇറ്റ് മൈറ്റ് വർക്ക്, ഇറ്റ് മൈറ്റ് നോട്ട് വർക്ക്. പക്ഷെ വർക്ക് ചെയ്തവരുണ്ടല്ലോ എത്ര പേര്. അപ്പോൾ അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ വരാനും പറ്റും, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും പറ്റും. അതിനുശേഷം ഇപ്പോഴും ഞാൻ സത്യൻ സാർ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇങ്ങനെ ഫോർ ദ പീപ്പിളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി. ഞാൻ പറഞ്ഞു അല്ല അതിൽ പോലീസ് ഓഫീസർ നിങ്ങളാണോ അതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ സാർ ഞാൻ. അല്ല അതിൽ വല്ല ഹൈറ്റ്? ഞാൻ പറഞ്ഞു ഇത്രയും ഹൈറ്റ് ഉള്ളൂ സാർ. ഇത് അല്ല നിങ്ങൾ കാണുമ്പോൾ വേറെ. ഞാൻ പറഞ്ഞു അത് ആ പടത്തിൽ അങ്ങനെ ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ആൾക്കാർക്ക് ആദ്യത്തെ സമയത്തൊന്നും തീരെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഞാനും ബസ്സിലും ട്രെയിനിലൊക്കെ പോകും. ചിലപ്പോൾ മീശയും താടി വെച്ചാൽ പിന്നെ തീരെ അറിയില്ല. എങ്കിലും സ്വപ്നതുല്യമായ ഒരു വരവായിരുന്നു. ഇപ്പോൾ പോലും ഇനിയിപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടിയപ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും അച്ചുവിൻ്റെ അമ്മ എന്ന് പറയുന്ന സിനിമയിലെ നായകനായിട്ട് തന്നെയായിരിക്കും. അതെനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലേ. അപ്പോൾ അതിലേക്ക് വിളി വന്നത് എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും അതിന് തൊട്ട് മുമ്പ് അന്നൊരിക്കൽ എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാവ്യ മാധവനായിരുന്നു നായിക. ഒരു ഫീമെയിൽ സെൻട്രിക് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഈക്വൽ മെയിലിനും ഒരു ശരത്ചന്ദ്രൻ വയനാട് എന്ന് പറഞ്ഞ സംവിധായകനായിരുന്നു. ഗുണ്ടൽപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷൂട്ടിംഗ്. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു നായകനൊക്കെ പോസിബിലിറ്റിയുള്ളൊരു പടമായിരുന്നു. ആ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അപ്പോൾ എന്തോ ഒരു ചെളിപ്രദേശത്ത് ഷൂട്ടിങ് കഴിഞ്ഞ് കാറിൽ എൻട്രി ചെയ്യാൻ നേരത്തെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. സത്യനന്ദിക്കാട് പടത്തിൽ മീര ജാസ്മിനും ഉർവശിയും, നായകൻ ഒരു പുതുമുഖ നടൻ. അപ്പം ഞാൻ അങ്ങനെ ചവിട്ടാൻ നേരത്തെ വിചാരിച്ചു ഇതിൻ്റെ മുകളിൽ എങ്ങനെ ഞാൻ കാല് വയ്ക്കും. എന്നിട്ട് ഞാനതെടുത്ത് മാറ്റി പിന്നെ അത് വേറൊരു പേപ്പറൊക്കെ ഇട്ടിട്ട്, കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഈ മൊത്തം എല്ലാ കാറിലും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടിരുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോൾ വന്നു. ഇങ്ങനെ സത്യൻ സാറിൻ്റെ പടത്തിന് വേണ്ടിയിട്ട് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു ഈ പടത്തിൽ നായകനാണ്, സത്യൻ സാറിൻ്റെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യാലോ. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് സത്യൻ സാർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊരു ലീഡ് റോളാണ്. അപ്പം ഞാൻ അതെനിക്കൊരു ദ പോയിന്റ് ഇസ് ദറ്റ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ദേ വാണ്ടഡ് ന്യൂ കമ്മർ. അപ്പോൾ ഞാൻ ഈ ഫോർ ദ പീപ്പിൾ കഴിഞ്ഞിട്ട് 2-3 പടം ചെയ്തിരുന്നെങ്കിൽ അവർ ഇതാക്കില്ലായിരുന്നു. ഇതാണ്. അപ്പോൾ അപ്പാരൻ്റ്ലി ഞാൻ അറിഞ്ഞത് ഹി ആസ്റ്റ് സത്യൻ സാർ ആ ഫോർ ദ പീപ്പിൾ ആ പയ്യൻ പിന്നെ പുള്ളിനെ കണ്ടില്ലല്ലോ. അപ്പോഴാണ് ആരോ പറഞ്ഞു ഇല്ല അയാൾ നല്ല സബ്ജക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ അയാളെ കണ്ടിട്ട് പടത്തിൽ കാണുന്ന പോലെയല്ല അയാളൊന്നും നമുക്ക് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഗുണം അവിടെ വന്നു. ടൈം വാസ് ഇൻ മൈ ഫേവർ എന്ന് പറയാം. എന്തായാലും ചെറുപ്പകാലം തൊട്ടേ കണ്ടു വളർന്നു വന്ന ഒരു സംവിധായകനാണല്ലോ സത്യേട്ടൻ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആദ്യത്തെ ഒരു സിനിമ അഭിനയത്തിൻ്റെ അത് എനിക്കതൊരു ഫോർ മീ ഇറ്റ് വാസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാൾ. ഐ മീൻ വളരെ ക്ലോസ് ഫ്രണ്ട് സർക്കിളിൽ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മാത്രം ആണ്, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴോ മോണോ ആക്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ഈ എക്സ്പ്രഷൻ അധികം. നമ്മുടെ ബേസിക് നേച്ചറിനെ ഒന്ന് ലൂസാക്കേണ്ട ആവശ്യം പലപ്പോഴും ആക്ടേഴ്സിനുണ്ട്. അതിന് ചില ഡയറക്ടേഴ്സ് ഉണ്ടാവും.
അങ്ങനെയാണ് സത്യൻ സാറിൻ്റെ ദ വേ ഹി ഈസ്, ദ വേ ഹി തിങ്സ്, ദ വേ ഹി ടോക്സ്. ഒരു ഇഷ്യൂ നടന്നു, ആ ഇഷ്യൂവിനെ എങ്ങനെ സോൾവ് ചെയ്യും, ദ വേ ഹി തിങ്സ്, അതാണ് ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ പടം അഭിനയിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു, ഒരു ഡയറക്ടർ, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സംസാരിച്ചപ്പോൾ എൻ്റെ റൈറ്റർ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് കഥ കേൾക്കാം സാർ. അദ്ദേഹം പറഞ്ഞു കഥ കേൾക്കാന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യാൻ പോവാ, കഥ എന്തിനാ ആ രീതിയിലാണ്. അല്ല സാർ, നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ വേറെ ആർട്ടിസ്റ്റ് പടം ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇത് പിന്നെ ആകെ ഇതായിപ്പോയി. ഇവരൊക്കെ സീനിയേഴ്സാണ്, നമ്മൾ എൻട്രി ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആകെ ടെൻഷനായി, ആകെ പ്രശ്നമായി. ഞാൻ സത്യൻ സാർ എടുത്തു, സാർ എന്തു പറ്റി സുനിൽ? ഞാൻ പറഞ്ഞു സാർ ഇന്ന ആൾ വിളിച്ചിരുന്നു, അതാണ്. അല്ല, ഞാൻ പറഞ്ഞു സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? സാർ ഇന്ന ആൾ വിളിച്ചിരുന്നു, അതാണോ പ്രശ്നം? ഞാൻ പറഞ്ഞു അതല്ല സാർ പ്രശ്നം, ഇങ്ങനെ സംസാരം. ഓ, അപ്പോൾ ഇതിനിപ്പോൾ ആ ഡയറക്ടർ എടുത്ത് പോയി സംസാരിക്കുമ്പോൾ ഇത് പ്രശ്നമാവില്ലേ? പ്രശ്നമാവും. അല്ല സാർ, അപ്പോൾ അത് അയാൾ നമ്മളെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കും ഉറപ്പായിട്ടും. അല്ല സാർ, അപ്പോൾ ആ സർക്കിളിൽ അത് ചിലപ്പോൾ അവർ നമ്മളെക്കുറിച്ച് സംസാരം വരുമ്പോൾ അത് നെഗറ്റീവ്. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു സാർ എന്തെങ്കിലും പറയും, ഇപ്പം ഞാൻ എന്ത് ചെയ്യും? കാരണം ഇനി മുതൽ അവരുടെ പടത്തിൽ സുനിലിനൊരു ചാൻസ് കിട്ടുകയില്ല, അത്രയല്ലേ ഉള്ളൂ. വേണ്ടെന്ന് നോക്കിയാൽ അവരുടെ പടം മാത്രം ചെയ്യാനാണോ സുനിൽ സിനിമയിൽ നടനായി വന്നത്? ശരിയാണല്ലോ. അപ്പോൾ ദ വേ ഹി തിങ്സ്. അപ്പോൾ ഇനി ഓക്കെ അല്ലേ, ഇനി പോവാം. പുള്ളി കറക്റ്റ്, കാരണം അദ്ദേഹത്തിന് ആവശ്യം നമ്മൾ ഓക്കെ ആവണതാണ്. ബട്ട് ദ വേ ഹി തിങ്സ്. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ഒരു സീക്വൻസ് ആണ് എനിക്ക് പെർഫോം ചെയ്തു പുള്ളി, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ അതിൽ ഞാൻ മീര ഉർവശിയുടെ വീട്ടിൽ ഒരു ഫ്രണ്ടിനെ, ഒരു പെൺകുട്ടീനെ കൊണ്ടുപോയി താമസിപ്പിക്കും. എന്നിട്ട് എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കുമ്പോൾ അവർ തലേ ദിവസം ബ്രെയിൻ വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ കാണുന്നത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഇവരെ കൊണ്ടുപോകും. അപ്പം ഇത് ഞാൻ പുറത്തുനിന്ന് കാണുന്നൊരു രംഗമുണ്ട്, ദ വേ ഐ കെയിം. അപ്പോൾ അത് ഞാൻ ചെയ്തത് വളരെ നോർമലായിട്ട് രീതിയിൽ ചെയ്യുമ്പോഴാണ് സത്യൻ സാർ വന്നിട്ട് അങ്ങനെയല്ല, അത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു മാനറിസം കാണിച്ചു. അത് ഞാൻ നോക്കിയപ്പോൾ ഇറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ലോട്ട് ഓഫ് ആക്ടേഴ്സ്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ മുമ്പ് ചെയ്ത പല നടന്മാരുടെയും മാനറിസത്തിന് ഇതാക്കിയിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇറ്റ് ഓൾ കെയിം ഫ്രം ഹിം. അപ്പോൾ ആ ഒരു ഇതുണ്ട്, ദ വേ ഹി ഈസ്. അതാണ് ഞാൻ പറയുന്നത്, വേ ഹി തിങ്സ് ഇറ്റ് ഈസ് സോ സിനിമാറ്റിക് അല്ലാത്തൊരു രീതിയുണ്ട്. അതെനിക്കൊരു പഠനമായിരുന്നു. ആൻഡ് പിന്നെ എനിക്കൊരു പ്രഷർ ഉണ്ടായിരുന്നു, ഈ ഉർവശി ചേച്ചി മീരി ഉണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. ഇദ്ദേഹമാണെങ്കിലോ സത്യൻ സാറിൻ്റെ അടുത്ത് വന്നിട്ട്, അതേ അപ്പുറത്ത് ഉർവശിയും മീര ജാസ്മിനും ഉണ്ട്, ഇപ്പുറത്ത് താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അല്ലെങ്കിലേ സാർ ആ ടെൻഷൻ, താൻ പേടിക്കണ്ട, തൻ്റെ കൂടെ ഞാനുണ്ട്. അപ്പം അതൊരു ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നാരായണൻ ഒരു സീസൺഡ് ആക്ടറായിട്ട് നമുക്ക് തോന്നുള്ളൂ. കാരണം അത്രയ്ക്ക് നന്നായിട്ട് അത് ആണല്ലേ, നല്ല രസമായിട്ട് ചെയ്തിരുന്നു. പിന്നെ അതിനൊരു ദാറ്റ് ഈസ് റൈറ്റിംഗ്. അത് രഞ്ജൻ പ്രമോദ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ ഇതുണ്ടെങ്കിലാണല്ലോ അത് നമുക്ക് എൻ്റെ വേ സത്യൻ സാർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പം അതിന് ലോട്ട് ഓഫ് മദേഴ്സ്, അമ്മമാർ പലവർക്കും ഞാൻ ഈ റീസെൻ്റ്ലി കൂടി ഐ ബീൻ ഹിയറിങ് ദിസ്. ഞാൻ മെറ്റ് ലേഡി, അവർ പറഞ്ഞു ഞങ്ങൾ വി വാണ്ടഡ് എ സൺ ഇൻ ലോ ലൈക്ക്. ഇത് കുറേ പേര് എൻ്റെ അടുത്ത് അന്ന് കുറേ പറഞ്ഞിട്ടുണ്ട്. ഒരു പാവം ആണ് അങ്ങനെ ഒരു ഇജോനെ ഭയങ്കരമായിട്ട്. അപ്പം അതൊരു ദാറ്റ് സ്റ്റിൽ ദേർ ഇൻ ദ മൈൻഡ്സ്. അപ്പം ഇത് ഞാൻ സത്യൻ സാറിൻ്റെ അടുത്ത് പറയുന്നത് ഒരു അച്ഛൻ്റെ അമ്മ പാർട്ട് 2 ഒരു അല്ല, അതുപോലെ തന്നെ ഇരിക്കുന്നത് ഇപ്പോഴും. നാരായണ കണ്ട ഒരു വ്യത്യാസം വന്നിട്ടില്ല, ഒരു പ്രായമൊന്നും കൂടിയതായിട്ട് തോന്നുന്നില്ല എന്തായാലും, അതിൻ്റെതായ മാറ്റങ്ങൾ. അപ്പം ഈ പടം ഇറങ്ങുന്നതിന് തലേ ദിവസത്തെ അനുഭവം എങ്ങനെയായിരുന്നു? ടെൻഷനായിരുന്നു അതോ? ഈ പടം ഇറങ്ങി, അച്ഛൻ്റെ അമ്മ ഇറങ്ങി, ഞാൻ തൃശ്ശൂർ കൈരളിയിലായിരുന്നു കളി. ഞാൻ നേരെ നടന്നു, തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലായാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ സ്റ്റെപ്സൊക്കെ കയറി ഇരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. തിയേറ്ററിൽ കയറി ഇരുന്നു. പടം തുടങ്ങിയ ഉടനെ ടെൻഷൻ കയറിയിട്ട് ഞാൻ ഇറങ്ങി നേരെ വീട്ടിലേക്ക് ഓടി. തൃശ്ശൂർ, ഇത് വടക്കേ സ്റ്റാൻഡിലാണ്, നമ്മുടെ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് വരും. അതിൻ്റെ അടുത്ത് തന്നെയാണ് വീട്. ഐ ജസ്റ്റ് ഓടി. മീൻ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഓടി. ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്നു, ഫ്ലാറ്റിൻ്റെ. അച്ഛനും അമ്മയും അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല പടത്തിന്. അതോ
എനിക്ക് ഓർമ്മയില്ല, അത് അച്ഛനും അമ്മയും പോയോ എന്ന് എനിക്ക് ഓർമ്മ. ഞാൻ ടെറസിന് മുകളിലായിരുന്നു. എന്നിട്ട് ഇൻ്റർവെൽ ബ്ലോക്കിൽ അവിടെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, അതേ സംഭവം ഓക്കെ കേട്ടോ. ഓക്കെ. അതിനു മുമ്പ് കണ്ടിരുന്ന പടം ഇല്ല? ഇല്ല, കണ്ടിട്ടില്ല. ഫുൾ പടം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പടം ഷൂട്ട് ചെയ്യുമ്പോഴും സീക്വൻസ്. പക്ഷേ അപ്പോൾ ആ ഫ്രണ്ട് പറഞ്ഞു, പിന്നെ ധൈര്യമായി. പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ഷോ പോയിട്ടാണ് കണ്ടത്. എനിക്ക് ആ ടെൻഷൻ ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ ബേസിക്കലി വെരി കൺട്രോൾഡ് ആയിട്ടുള്ള ആളാണ്. നത്തിങ് അങ്ങനത്തെ പ്രശ്നം. പക്ഷേ സെർട്ടൺ തിങ്സ് പ്രോബ്ലി നമ്മൾ വളരെ പാഷനേറ്റ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ആയിരിക്കാം. തമിഴിൽ പോയിട്ട് നെഞ്ചുരുക്കും വരെ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഭയങ്കര ഇമോഷണലി ഹോണ്ട് ചെയ്യുന്നൊരു പടം. അത് കണ്ട് കരയാത്ത പുറത്ത് വരുന്ന ഒരാൾ ഇല്ലാത്ത രീതിയിലാണ്. നമ്മുടെ ഇളയ ദളപതി വിജയ് സാറിൻ്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സാർ ഡയറക്റ്റ് ചെയ്ത പടമാണ്. ചിത്രം പേജറി കഴിഞ്ഞിട്ട് അടുത്ത പടം. ആ പടം നെഞ്ചുരുക്കും വരെ എന്നാണ് പടം. ആ പടം കണ്ട മലയാളികളെ ഞാൻ അധികം കണ്ടിട്ടില്ല. അത് അവിടെ ഒരുവിധം ഓടിയിട്ടുണ്ട്. അതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റാണ്. ഇപ്പം നമ്മുടെ എൻ്റെ കൽബിലെ പോലെ അവിടെ ഹിറ്റാണ്. പക്ഷേ അവിടുത്തെ BNC ഓഡിയൻസിന് മാത്രമേ ഇതറിയൂ. എന്നുവെച്ചാൽ അവിടുത്തെ ഈ ഓഡിയൻസിനെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്. A സെൻറ്റർ ഈസ് മൾട്ടിപ്ലെക്സ് ഓഡിയൻസ്, BNC B ഗ്രാമങ്ങൾ, C കുഗ്രാമങ്ങൾ. ഇപ്പം C ഇല്ല, സിയും ബിയും ഒന്നായിരിക്കും. ഇപ്പം എയും ബിയും ഉള്ളൂ. A സെൻറ്റർ ഓഡിയൻസിന് ഇതറിയില്ല. ഇപ്പം ഞാൻ താമസിക്കുന്ന ആ അപ്പാർട്ട്മെൻറ്റ്സോ ഇതിലൊന്നും ആർക്കും ഈ പടത്തിനെ അറിയില്ല. പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ള വർക്കിംഗ് കൾച്ചറിൽ എല്ലാവർക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പടമാണ്. ആ പാട്ട് ഭയങ്കര ഹിറ്റാണ്. മമ്മൂക്ക വിളിച്ചു ഒരിക്കൽ, വിച്ച് വാസ് എ ഷോക്കർ. ഞാൻ അവിടെ അവന്യൂ റീജിയനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മമ്മൂക്ക വിളിക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഹലോ മമ്മൂട്ടി, പറയൂ സാർ. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു പടം കണ്ടു, അത് ഭയങ്കര ഇമോഷണലി ഇതായിരുന്നു, ആ മീറ്ററിനെ പിടിച്ചാൽ മതി. അതെന്താ വെച്ചാൽ നമുക്ക് മലയാളികൾക്ക് അവിടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് റോളുകളെ കൊടുക്കൂ തമിഴന്മാർ. ഈ ലോക്കൽ, നമ്മളൊരു മലയാളിയും പക്ക ലോക്കൽ താഴത്തിറങ്ങി ഒരു കൃഷിക്കാരനോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരിക്കലും നമ്മൾ കാണാറില്ല. ഇത് ഓട്ടോറിക്ഷക്കാരനാണ്. അപ്പം ഞാൻ വന്നിട്ടുള്ളത്, ഞാൻ ഇതുവരെ മറ്റേ സൊഫിസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതലേക്ക് ചെയ്തിട്ടുള്ളത് ആ കൈദിയിലാണ് തോന്നുന്നു, ഒരു പോലീസ് ഓഫീസർ. മറ്റതൊക്കെ ലോക്കൽ സാധനങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് സാധാരണ ഇങ്ങനത്തെ റോളുകളൊന്നും കൊടുക്കാറില്ല, അവന്മാർ തരില്ല, അത് പിടിച്ച് വളരെ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ. എന്നിട്ട് പുള്ളി അദ്ദേഹം പറഞ്ഞു, ആ പടം ഹിറ്റല്ലേ? ഒരു ഇതാവർ, അതെന്താ ഒരു ഇതാവർ? ഞാൻ പറഞ്ഞു, അല്ല ഇതൊക്കെ തനിക്ക് നോക്കിക്കൂടെ? ഞാനിപ്പോൾ പോയിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെ. ഞാൻ എന്നിട്ട് ഫോൺ വെച്ചിട്ട് ആലോചിച്ചു ചെയ്ത് കുറേ അല്ല. ഹി വാസ് കൺസേൺ, ദാറ്റ് ഈസ് ദ മാൻ. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു സാധനം. അപ്പോൾ അച്ഛൻ്റെ അമ്മ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായി നമ്മൾ സിനിമക്കാരനായി എന്ന് അല്ലേ? അത് കഴിഞ്ഞു. നേരെ അപ്പോഴാണ് ചിത്രം പേസരിയിലേക്ക് പോണത്. ചിത്രം പേസരി വാസ് ഈ പറഞ്ഞ പോലെ ഒരു 9 മാസത്തെ. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ പല സബ്ജക്റ്റുകളും ചോദിക്കുമ്പോൾ എന്നെ പടത്തുനിന്ന് അങ്ങനെ സ്ക്രിപ്റ്റ് അങ്ങനെയൊക്കെ സംഭവം അഹങ്കാരിയായി. ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദാറ്റ്, കാരണം ഇറ്റ് ഈസ് വെരി റാഷ്. നമ്മളൊരു സ്ട്രോങ്ലി ലെവൽ അല്ലെങ്കിൽ ഹെഡഡ് അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ഡൗൺ ആവും. തമിഴിലും അങ്ങനെ തന്നെയാണ്. ഒരു പടം ചെയ്തപ്പോഴേക്കും സ്ക്രിപ്റ്റ് ചോദിക്കാൻ മാത്രം അവൻ ഇനി എത്ര പടം ചെയ്യും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഞാനിത് ആരാണിത് എന്താണ് നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല പറയും. തമിഴിലും അങ്ങനെ തന്നെയാണോ? തമിഴിൽ അങ്ങനത്തെ എനിക്കിത് ഇവിടുത്തെ കാര്യം അതെന്താ റീസൺ എന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ന്യൂജൻ വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ലോജിക്ക് കറക്റ്റ് ആയിരിക്കും. അവിടെ ആരും അങ്ങനെ സ്ക്രിപ്റ്റ് ചോദിച്ചിട്ടായിരിക്കില്ല. ചിലപ്പോൾ പലവരും പല ഫ്രണ്ട്ഷിപ്പ് ബേസിസിലും പല എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കിത് അറിയില്ലല്ലോ, നമ്മളിപ്പോൾ വരുന്നില്ലല്ലോ. പിന്നെ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. നമ്മളൊരു ഇതാണ്. ഞാൻ അങ്ങനെ സ്ക്രിപ്റ്റ് കേൾക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കാനൊന്നുമല്ല. ഞാൻ വളരെ സാർ ഞാൻ വന്നിട്ട് കഥ കേൾക്കാം, അല്ല അങ്ങനെ ഇപ്പോൾ ചോദിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ രീതിയിലാണ്. അപ്പോൾ അതും കൂടിയാണ് ഞാൻ തമിഴിലൊരു ഇത് കിട്ടിയപ്പോൾ അതിനുകൊണ്ട് തമിഴിൽ പോയെന്നല്ല. കിട്ടിയപ്പോൾ ഐ തോട്ട് ദിസ് ഇൻഡസ്ട്രി ഡസ് നോട്ട് ഹാവ് എ പ്രോബ്ലം. പക്ഷെ എന്ത് പറ്റിച്ചാൽ ഞാൻ അവിടെ ചെന്ന് 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് ന്യൂ ജനറേഷൻ അപ്പോഴേക്കും ഞാൻ അവിടെ 3-4 പടങ്ങൾ ഹിറ്റായി എസ്റ്റാബ്ലിഷ്ഡ് ആയി തുടങ്ങി.
അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ക്ലാസ്മേറ്റ്സിലാണ് വീണ്ടും നമ്മൾ അച്ചുവിൻ്റെ ഇത് കഴിഞ്ഞു, ചിത്രം പേജ് കഴിഞ്ഞ് നെക്സ്റ്റ് ചെയ്യുന്ന ക്ലാസ്മേറ്റ്സ്. അവർ കഥയൊക്കെ നേരത്തെ കേട്ടിട്ടാണോ? ലാൽ ജോസ് കഥയൊക്കെ പറഞ്ഞോ? അല്ല, അത് ലാൽ ജോസ് സാർ വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ ലാൽ ജോസ് സാറാണല്ലോ. അപ്പോൾ ഞാൻ സത്യൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ സാർ ഇങ്ങനെ ലാൽ ജോസ് സാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്ന് സത്യൻ സാറിൻ്റെ അടുത്ത്, കാരണം ഈ ലാൽ ജോസ് സാർ വിളിച്ചുകൊണ്ട് ചോദിച്ചതല്ല, എനിക്ക് ഈ പലവരും ഈ ഇങ്ങനത്തെ സംസാരങ്ങളും പ്രഷറും വരുമ്പോൾ ഇത് ആരുടെയെങ്കിലും അടുത്തൊന്നും പറയണ്ടേ. അപ്പം ഞാൻ സത്യൻ സാറിൻ്റെ അടുത്ത് പറയുമായിരുന്നു എപ്പോഴെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ എന്തോ ഒരു സമയം നമ്മളിങ്ങനെ ലാൽ ജോസ് സാർ വിളിച്ചിട്ട് ഞാൻ കാണാൻ പോകണം. പിന്നെ എന്താ അത് നല്ലതല്ലേ അതെന്നൊക്കെ പറഞ്ഞ് ലാൽ ജോസ് സാർ ഇപ്പോഴും എന്നെ കളിയാക്കും. നിന്നെ വിളിച്ചപ്പോൾ നീ സത്യൻ്റെ അടുത്ത് പോയി, സത്യേട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചില്ലേ? അങ്ങനെയല്ല സാർ അത്. അപ്പോൾ അങ്ങനെ ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് ഞാൻ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോയിട്ട്, ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്ന് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോയിട്ടാണ് അത് കാണുന്നത്. അതൊരു ദാറ്റ് ആക്ച്വലി ചേഞ്ച് ദ ഹോൾ തിങ്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് ഐ കുഡ് നോട്ട് എൻജോയ് ഇറ്റ് സക്സസ്. കാരണം അത് ഇറങ്ങിക്കഴിഞ്ഞ് അത് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഓരോ കുഗ്രാമത്ത് തമിഴ്നാട്ട് കുഗ്രാമത്ത് ഷൂട്ട് ചെയ്യായിരുന്നു 1-2 പടങ്ങൾ. അപ്പോൾ അത് ഇപ്പോൾ ഓരോരുത്തരും നീ എവിടെയാണ്, നീ എന്താ അവിടെ ചെയ്യുന്നത്? ഇവിടെ ആഘോഷം. ഞാനാണെങ്കിൽ നമ്മൾ മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതല്ലല്ലോ. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം. അത് പള്ളിക്കുടം എന്ന് പറഞ്ഞൊരു പടം, പിന്നെ ഈവൻ നെഞ്ചുരുക്കും വരെ ഷൂട്ടിങ് അവിടെ അതിന് ശേഷമായിരുന്നു. 2000 ഈ ക്ലാസ്മേറ്റ്സിൻ്റെ റിലീസിന് ശേഷമായിരുന്നു. ഇപ്പം നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്ത പടം എന്ന് പറഞ്ഞു. ആ പടങ്ങളൊക്കെ ഇറ്റ് റാൻ വെൽ. പള്ളിക്കുടം റാൻ for 100 days. അതിനുശേഷമാണ് അഞ്ചാതി വരുന്നത്, വിച്ച് ഇസ് ബെഞ്ച് മാർക്ക്. ദാറ്റ് റാൻ for 150 days. പിന്നെ ആക്ച്വലി ദർ വാസ് നമ്മൾ പറയില്ലേ, ദെൻ ടൈം സ്ലോലി നമ്മുടെ ഓപ്പോസിറ്റിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. അതൊരു 1.5 ട്രാവലിംഗ് ആയിരുന്നു. അതിപ്പോഴാണ് പതുക്കെ ഇങ്ങനെ ഇറ്റ് ടുക്ക് സോ മെനി ഇയേഴ്സ്. പല പല പടങ്ങൾ ക്യാൻസൽ ആവണു, പല പല പ്രോജക്റ്റുകൾ. That is a very bad phase. So pretty. Wow, not fair. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. തമിഴിൽ ഒരു ലെവൽ വിട്ട് മുകളിലേക്ക് പോകാൻ ദർ ഇസ് എ പ്രാക്ടിക്കൽ പ്രോബ്ലം എന്നുള്ളത് ഞാൻ അവിടെ എത്തി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇഫ് യു വോണ്ട് ഗോ ഓൺ ടു ദ ടോപ്പ്, അതർവൈസ് യു ക്യാൻ ഓൾവേസ് ബി ദേർ. നമുക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരിക്കൽ ഇതുപോലെ, താൻ ചെന്നൈയിൽ ഞങ്ങൾ ഒരേ കടയിൽ ഷൂട്ട് ചെയ്യാണ്, താൻ ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഞാൻ അതെ. എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. നമ്മളല്ല, നമുക്ക് തമിഴ് പടങ്ങൾ, അതുകൊണ്ട് നാട്ടിൽ വീട് വെച്ചു. ഞാൻ പറഞ്ഞല്ല, മലയാളി ഇല്ലേ, ഇവിടെ ആരാൾ ഇവിടെ ഗോഡ് ഫാദർ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ ആരെ തന്നെ ഇവിടെ പൊക്കിക്കൊണ്ട് നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ടല്ലോ നമ്മൾ ഓരോ. പിന്നെ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ വിച്ച് ഇസ് ട്രൂ. എന്തൊരു കാൽക്കുലേറ്റഡ് ലൈഫ് മമ്മൂക്കൊക്കെ അല്ലേ? കൃത്യമായി വിച്ച് ഇസ് പ്രാക്ടിക്കൽ. അദ്ദേഹം പറയുന്നത് വളരെ മേഡ് സെൻസ്. അപ്പോൾ ബിക്കോസ് യു ക്യാൻ ബി ദെയർ, ബിക്കോസ് ഞാൻ ഐ എം നോട്ട്, ദേ നോ ദാറ്റ് ഐ എം എ മലയാളം ആക്ടർ. So you can do films there. I started as a hero, so I can do hero films there. But it is always like, things have changed, little bit changed because OTT ki share, I mean, COVID ne shesham, now things have branched out. But still, സജീവമായിട്ട് അവിടുത്തെ ലീഡ് ഹീറോസ് ചെയ്യുന്ന മലയാള ആക്ടേഴ്സിൻ്റെ എണ്ണങ്ങൾ കുറവായിരിക്കും. വേറൊരു നടനുള്ള പടത്തിൽ യു ക്യാൻ ബി എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഓർ എ വില്ലൻ ഓർ എൻ ഈക്വൽ ഹീറോ ഓർ വൺ. But you need another factor there. You can't play a solo. Not you can't എന്നല്ല, എൻ്റെ നമ്പേഴ്സ് കുറവായിരിക്കും. മാക്സിമം 1-2 നടന്മാർക്കൊക്കെ. Why is that? പക്ഷേ ഏതൊരു ആർട്ടിസ്റ്റ്, വെരി സിമ്പിൾ ഫാക്ട്, യു നെയിം എനി ആക്ടർ ഇൻ ഇന്ത്യ, ദർ ഇസ് വൺ ഇൻഡസ്ട്രി അസോസിയേറ്റഡ് വിത്ത് ഹിം. ഒരു ഇൻഡസ്ട്രിയുടെ ആക്ടർ ആയിരിക്കും അയാൾ. ശരി, അയാൾ പല ഭാഷകളും ചെയ്യുന്നുണ്ടാവും. അയാളുടെ പ്രഡോമിനന്റ് മാർക്കറ്റ് ഒരു ഇൻഡസ്ട്രി ആയിരിക്കും. പിന്നെ എനിക്ക് തമിഴന്മാർക്ക് കുറച്ചൊരു പ്രാദേശികവാദമുണ്ട്. ഞാൻ ആദ്യം വന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഞാൻ മലയാളിയാണ്. കാരണം ഞാൻ ചെയ്തത് ഈ ചിത്രം പേജരിയും നെഞ്ചുരുക്കും ഭയങ്കര റൂട്ടഡ് ക്യാരക്ടേഴ്സാണ്.
ഓ നിങ്ങൾ കേരളവാ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരു അപ്പം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ തമിഴനാന്ന് വിചാരിച്ച് ചില ഗാങ്സിൻ്റെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഇവർ മലയാളികളെ കുറിച്ച് ചിലത് പറയും. എന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് കേട്ടിരിക്കും. എന്നിട്ട് ചിലപ്പോൾ എൻ്റെ കറക്റ്റ് തന്നെ എന്ന് ഞാൻ യെസ് അതൊക്കെ പറഞ്ഞ് അപ്പം ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരിങ്ങനെയാണല്ലേ നമ്മളെ ഓക്കെ. അപ്പോൾ അവരുടേതായിരിക്കാം, എനിക്കറിയില്ല. സോ ബട്ട് അഗെയിൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചിരുന്ന ഒരാളാണ് മിഷ്കിൻ. ഹി ഡിഡ്ന്റ് ബോദർ. സോ ദെർ ആർ ഡയറക്ടേഴ്സ്. പിന്നെ ലോകേഷ് ഈസ് ഇപ്പോൾ തിങ്സ് ഹാവ് ചേഞ്ച്. ഞാൻ പറഞ്ഞു എല്ലാവരും എടുക്കുന്നുണ്ട് മലയാളത്തിൽ നിന്ന്. ബട്ട് ആ സമയത്ത് ഇറ്റ് വാസ് നോട്ട് വെരി ഈസി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ ദ റീസൺ ഇസ് ദാറ്റ് യു ഹാവ് ടു ക്രിയേറ്റ്. അപ്പോൾ ഏതൊരു ന്യൂ ആക്ടർ ആണെങ്കിലും ക്രിയേറ്റ് ആൻഡ് മാർക്കറ്റ് ഇൻ വൺ ഇൻഡസ്ട്രി ആൻഡ് ദെൻ ബ്രാഞ്ച് ഔട്ട്. ദിസ് ഇസ് എ ലോജിക്കൽ തിങ്. ഇത് എനിക്ക് അങ്ങനെ അല്ലായിരുന്നു ആദ്യം മുതലേ. അത് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഈ ആദ്യകാലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന കമൽഹാസൻ എന്ന് പറയുന്ന നടൻ്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള അഭിനയത്തിൻ്റെ ഒരു? ഞാൻ അദ്ദേഹത്തിന് ഇതിനു മുമ്പ് 3-4 തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ ഉർവശി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മ ചെയ്യുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഈ നെഞ്ചുരുക്കും വരെ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുമ്പോൾ AVM സ്റ്റുഡിയോയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വേറൊരു പടത്തിനെ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ കാരണമാണ് ഞാൻ അഭിനയിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞു എന്തോ ഉർവശി ചേച്ചി പറഞ്ഞിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഉർവശി മെൻഷൻ അങ്ങനെ എന്തോ പറഞ്ഞു എൻ്റെ അടുത്ത്. ഭയങ്കര ഹാപ്പി. അപ്പോൾ ഇതിനു മുമ്പും ഞാൻ അദ്ദേഹത്തിന് ഒരിക്കൽ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയിട്ടുണ്ട് രാജീവ് മേനൻ സാറിൻ്റെ ഓഫീസിൽ നിന്ന് വേറൊരു ആവശ്യം. പക്ഷെ അത് ലൈക്ക് ആ സമയത്ത് ഞാൻ സിനിമയിലൊന്നും വന്നിട്ടില്ല. പുള്ളിക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ 1-2 തവണ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി മീറ്റ് ചെയ്തിട്ട് എൻ്റെ വെഡ്ഡിങ് റിസപ്ഷൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. വിച്ച് ഇസ് എ ബിഗ് ഷോക്കർ ഫോർ മീ. അപ്പോൾ 1-2 പടം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 3 സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ 2 പടം 100 days, ഒരു പടം 75 days ആയിരുന്നു. അതിൻ്റെ ഒരു ഇത് കൊണ്ടായിരിക്കാം. ഐ മീൻ ദർ വാസ് പല ആർട്ടിസ്റ്റ്മാരും വന്നു, വിച്ച് വാസ് എ ബിഗ് തിങ് ഫോർ മീ. വിജയ് സാറും പലവരും വലിയ നടന്മാർ കുറേ, സൂര്യ, അങ്ങനെ പലവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൽ സാർ വരും തീരെ പ്രതീക്ഷയില്ല. വന്നുടനെ അച്ഛനും അമ്മയും, ഇപ്പം ഈ അച്ഛനും അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പം മുതലേ ഈ ഇദ്ദേഹം കാരണമാണല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു. അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു, സാർ ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുക. കമൽ സാറിൻ്റെ ഓഫീസിൽ പോകുമ്പോൾ മലയാളികളെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ, സർ ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് യു ആർ ഹിസ് ഹീറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കമൽ സാർ പറഞ്ഞു, നോ സർ, ഫോർ എ സൺ his father is always his first hero. I only come after you, sir. അതെൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ പിറ്റേ ദിവസം നിന്ന് പറയുന്നുണ്ടായിരുന്നു, പറഞ്ഞത് കൊള്ളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങനെ പെട്ടെന്ന്. അപ്പോൾ അതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടും ഞാൻ വീണ്ടും അദ്ദേഹത്തിന് ഒരിക്കൽ പോയി. പക്ഷേ ആക്ടിങ്ങിൻ്റെ കാര്യം എനിക്ക് ഇറ്റ് വാസ് സംതിങ്, ഒരു ഭയങ്കര ഒരു. അപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ കൈദി കഴിഞ്ഞു. കൈദിയുടെ ഡബ്ബിങ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ലോകേഷ് കമൽ സാറിൻ്റെ ഹ്യൂജ് ഫാനാണ്. അതുവരെ ഞങ്ങൾ സംസാരിച്ചിട്ട് തന്നെ ഇല്ല അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ലോകേഷിനെ എപ്പോഴാണ് അറിയണം, ഞാൻ അപ്പോൾ ഞങ്ങൾ ഓരോ പടത്തിനെ കുറിച്ച് പറയണു, പുള്ളി അത് പറയണു. അപ്പോൾ അത് കഴിഞ്ഞ് അനൗൺസ്മെൻറ്റ് വരികയാണ്, വിക്രമിൻ്റെ ഒരു കമൽ സാറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് ഒരു ടീസർ. ഞാനന്ന് ദുബായിൽ ഏതൊരു ഫംഗ്ഷൻ പോയി, ദുബായിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ലോകേഷ് ഇറ്റ്സ് കം ഔട്ട് വെൽ. താങ്ക് യു സർ. അപ്പുറം സർ യു ആർ ഓൾസോ ഇൻ ദിസ് ഫിലിം. ഞാൻ പറഞ്ഞു ആണോ, ഓക്കെ സർ ഇൻ്റെ ക്യാരക്ടർ. ഞാൻ അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു കിട്ടി. പിന്നെ ഞാൻ നേരെ ദുബായിൽ നിന്ന് നേരെ പുള്ളിയുടെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു, സർ സബ്ജക്റ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞു, സർ ഐ ഡോണ്ട് നോ ഇഫ് യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ബട്ട് കൈദിയുടെ അതേ ക്യാരക്ടറാണ് നിങ്ങൾ ഇതിൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വാട്ട്. എനിക്ക് ഈ കോപ്സ് അത്ര ഇഷ്ടമല്ല ബേസിക്കലി. കൈദി ഓക്കെയാണ്, കൈദിയുടെ കോപ്പ്. കാരണം അഞ്ചാതെ കഴിഞ്ഞിട്ട് ഐ ഹാവ് സോ മെനി പോലീസ് സ്റ്റോറീസ് വിച്ച് കെയിം എത്രയോ വർഷങ്ങളത് റിജക്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് കൈദി വന്നത്. അതുകൊണ്ട് റീസൺ. മറ്റേ സത്യൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ
അതേ ക്യാരക്ടർ സർ യു ആർ പ്ലേയിങ് ബട്ട് യു ആർ നോട്ട് എ കോപ്പ്. ഞാൻ പറഞ്ഞേ യെസ് സർ യു ആർ കണക്ടിങ് കൈദി വിത്ത് വിക്രം സർ, യുവർ ക്യാരക്ടർ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. ഞാൻ പറഞ്ഞു എല്ലാം ഓക്കെ. കമൽ സാറിൻ്റെ കൂടെ സീൻസ് ഉണ്ടോ ഇല്ലേ, ഇത് മാത്രം എൻ്റെ ചോദ്യം. പുള്ളി പറഞ്ഞു കമൽ സാറിൻ്റെ കൂടെ ഉള്ളൂ. ഞാൻ പറഞ്ഞു മതി, എനിക്കൊന്നും അറിയണ്ട. അപ്പോൾ അവിടെ ചെന്ന് കമൽ സാറിൻ്റെ അടുത്തിരുന്ന് കമൽ സാർ ആദ്യം തന്നെ എൻ്റെ അടുത്ത് സംസാരിച്ചത് നമ്മളെ കണ്ട ഉടനെ പറഞ്ഞു, അപ്പോൾ നെടുമുടി വേണുചേട്ടൻ പോയിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വേണുചേട്ടൻ പോയില്ലേ? ഞാൻ പറഞ്ഞു അതെ വാട്ട് ആൻ ആക്ടർ. അപ്പോൾ ഇന്ത്യൻ ടൂറിൻ്റെ കാര്യം പറയുന്നു, ഈ പുള്ളിക്കിടയ്ക്ക് സൗണ്ടൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബഹളം വിട്ട് മാറി നമ്മളൊരു റൂമിൽ പോയിരിക്കും, പിന്നെ അവിടെ പാട്ടായി, പിന്നെ വാദ്യമേളങ്ങളായി, പിന്നെ കവിത ചൊല്ലലായി. സോ വാട്ട് ആൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു സംസാരം തുടങ്ങി. അപ്പോൾ എനിക്കും കുറേ കാര്യം, അപ്പോൾ ഞാൻ മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ച് കുറേ ചോദിക്കും, അദ്ദേഹത്തിൻ്റെ കഥകൾ പറയും, അദ്ദേഹം സിനിമയിൽ എൻട്രി ചെയ്ത കഥകൾ. ശങ്കരൻ നായരുടെ അടുത്ത് അടുത്ത് ആദ്യം പോയിട്ട് സേതുമാധവൻ സാർ പറഞ്ഞു വെച്ചിട്ട് അവർ ഇതാണ് കമലഹാസനിലെ അത് പറഞ്ഞിട്ടുള്ള കഥകളും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ പുള്ളി ആദ്യമായിട്ട് പോയിട്ട് അതൊക്കെ കുറേ ഉണ്ട്. വി കാൻ നറേറ്റ് ദ ഹോൾ തിങ്സ് ആൻഡ് എവറിത്തിങ് ഈസ് എല്ലാം ഭയങ്കര സിനിമാറ്റിക്കാണ്, ഭയങ്കര രസമാണ് കേൾക്കാൻ. അപ്പം ഈ നരയനിൽ അഭിനയിക്കുന്നു എന്നുള്ളത് കമൽ സാറും കൂടി എടുത്തൊരു തീരുമാനമാണോ അതോ സംവിധായകൻ്റെ തീരുമാനമാണോ? അത് സംവിധായകനായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിനയ രീതി എങ്ങനെയാണ്? കമലഹാസൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഭിനയിക്കുന്ന ഒരു മനുഷ്യനല്ല, എന്താണ് പുള്ളിയുടെ ഒരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയം, അങ്ങനെയാണോ, ആ രീതിയാണോ? അദ്ദേഹം ഐ ഡോണ്ട് നോ, ഇതൊരു ന്യൂജൻ ഡയറക്ടറും കൂടിയാണ്. ആൻഡ് അദ്ദേഹം എല്ലാറ്റിലും ഇൻ്റർഫിയർ ചെയ്യും, എല്ലാറ്റിനെയും കുറിച്ചൊരു നോളജ് ഉള്ളത് കൊണ്ട് ഈസ് നോട്ട് ജസ്റ്റ് എ ടാലൻറ്റ്. ഇപ്പോൾ പല ആക്ടേഴ്സും ടാലൻറ്റഡ് ആയിട്ടുള്ള എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. അദ്ദേഹം ഒരു ഈസ് എ റൈറ്റർ, ഹി ക്യാൻ കൊറിയോഗ്രാഫ് ഡാൻസ്, ഹി ക്യാൻ കൊറിയോഗ്രാഫ് ഫൈറ്റ്സ്, ഹി ഡസ് മേക്കപ്പ്, ഹി റൈറ്റ് സോങ്സ്, ഹി റൈറ്റ് സ്ക്രിപ്റ്റ്സ്, ഹി ക്യാൻ ഡയറക്റ്റ്. അങ്ങനെയൊക്കെ ഒരു അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് അഭിനയിക്കുമ്പോൾ അഭിനയിക്കാൻ പറയുമ്പോൾ he gives many improvisations. അപ്പോൾ അതിൽ എൻ്റെ അറിവിൽ വിത്ത് ലോകേഷ് he just gave it all to ലോകേഷ്. ലോകേഷ് എനിക്ക് തോന്നുന്നു ഒരു വലിയ ഡയലോഗ് ഉണ്ട്, കമൽ സാർ എഴുതുന്ന ഡയലോഗ്, അത് മാത്രം കമൽ സാറിൻ്റെ അടുത്ത് ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ ഒന്ന് എഴുതിയിട്ട് ഒന്ന് ഈ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് ആൻഡ് ഹി വാസ് ടെല്ലിങ് ദ ഡയലോഗ്. അപ്പോൾ ബട്ട് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ലൈക്ക് ഓൾ ദീസ് ആക്ടേഴ്സ്. ഇപ്പോൾ കമൽ സാർ മാത്രമല്ല, ഇപ്പോൾ ലാലേട്ടനായാലും ശരി, മമ്മൂട്ടി, ദേ ഗിവ് നമ്മൾ ഈ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചിലപ്പോൾ ഐ ഡോണ്ട് നോ ഇഫ് വി ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ടേക്സ് ബിക്കോസ് ടെക്നിക്കലിയും കറക്റ്റ് ആകുമ്പോഴാണ് ടേക്ക് ഓക്കെ ആണ്. ചിലപ്പോൾ അവർ ആദ്യം പെർഫോം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ചിലപ്പോൾ ഫോക്കസ് എവിടെയെങ്കിലും ഷിഫ്റ്റ് മാറിയിട്ടുണ്ടോ. സെക്കൻഡ് ടൈം യു തിങ്ക് ദേ വിൽ ഡു ദ സെയിം തിങ്, നോ ദേ ഗിവ് സംതിങ് എൽസ്. അപ്പോൾ എനിക്ക് പറയുന്നത് കമൽ സാർ ഇതല്ല സാർ, നേരത്തെ ആയിരുന്നു ഭേദം. പക്ഷേ നമുക്കത് പറയാനൊരു ലാലേട്ടനായിട്ട് ഭയങ്കര ഗ്രാൻഡ് മാസ്റ്റർ ചെയ്യുമ്പോൾ ഐ വാസ് വെരി ക്ലോസ് ആകുമ്പോൾ ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നത്, ലാലേട്ട ഇതിന് മുമ്പ് എനിക്ക് പറയാൻ പേടിക്കുന്നു, മുമ്പ് ലാലേട്ടൻ ആണോ ഓക്കെ, കാരണം ലാലേട്ടൻ ഇസ് ജസ്റ്റ് സോ ഈ ഭയങ്കര വേരിയേഷൻസ് വരികയാണ്. പിന്നെ കമൽ സാറിന് എങ്ങനെ വെച്ചാൽ ടെക്നിക്കൽ സാധനം ആയതുകൊണ്ട് ഈ എല്ലാറ്റിനെയും കുറിച്ചിട്ടൊരു ധാരണകളുണ്ട്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ പേടിയത് എന്താണ് ചിന്തിക്കുന്ന ഒരു പിടുത്തില്ല. അപ്പം ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബുക്സോ അല്ലെങ്കിൽ ഐപാഡോ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എപ്പോഴും ഹീ കീപ്സ് എഡ്യൂക്കേറ്റിംഗ് ഹിംസെൽഫ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആദ്യത്തെ ദിവസം 2 ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം ആലോചിച്ചു ഡിസ്റ്റർബ് ചെയ്യണോ വേണ്ടേ. ഞാൻ പിന്നെ ആലോചിച്ചു ഈ അവസരം ഇനി എപ്പോൾ കിട്ടും, ഡിസ്റ്റർബ് ചെയ്തിട്ട് ബാക്കി കാര്യം. എക്സ്ക്യൂസ് മീ സാർ, ഇന്ന് സംസാരം ഞാൻ തീരണവരെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, വായിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഇനി എൻ്റെ അടുത്ത് പോകാൻ പറയുന്നവരെ ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനനുസരിച്ചാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ നമ്മൾ വേൾഡ് സിനിമയെക്കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു, അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും രസമായിരുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ചൊരു സിനിമയായിരുന്നു വിക്രം എന്നുള്ളത്. ഈ പേര് മാറിയതിൻ്റെ പിന്നിലുള്ള ഇതെന്താണ്? എന്തെങ്കിലും ജോത്സ്യം? ഞാൻ കാരണം സുനിൽ എന്നുള്ള പേര് വേറെ നടന്മാരില്ലല്ലോ. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ 7-8 സുനിൽമാരുണ്ടായിരുന്നു ക്ലാസ്സിൽ. അന്ന് തീരുമാനിച്ച സിനിമയിൽ വരുമ്പോൾ പേര് മാറും. അന്ന് തീരുമാനിച്ചു സ്കൂൾ സുനിൽ കുമാർ ആർ. അപ്പം ലാസ്റ്റാണ് ആറിൽ സുനിൽ കുമാർ ആർ. എത്ര സുനിൽ കുമാർ ലൊക്കേഷനിൽ വരുന്നു.
കുറേ സുനിൽമാരുണ്ട്. ജയരാജ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു പേര് മാറ്റാൻ, അദ്ദേഹം മാറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു സുനിൽ എന്ന് പറഞ്ഞ നടനില്ലല്ലോ. ഞാൻ പറഞ്ഞു സാർ സുനിലിന് ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ സുനിൽ എന്ന് പറഞ്ഞ നടൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ട്. സുനിൽ ദത്ത് ഉണ്ടായിരുന്നു, സുനിൽ ഷെട്ടി ഉണ്ടായിരുന്നു. ഓ ശരിയാ. സോ സുനിൽ എലോൺ ഡസ് നോട്ട് ഹാവ് എ നെയിം. ഇപ്പോൾ സത്യസർ എന്നാ ഫുൾ നെയിം എന്താ? ഞാൻ പറഞ്ഞു സുനിൽ കുമാർ. എന്നാ സുനിൽ കുമാർ എന്നിട്ടാ. ഞാൻ ഈ കുമാറിന് ഐഡൻറ്റിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതന്നെ മാറ്റുന്നത്. എന്നിട്ട് അവർ കുറച്ച് നാൾ കളിയാക്കും. മീര ജാസ്മിനൊക്കെ ഉറക്കം സുനിൽ കുമാർ റെഡിയാണോ ആണെങ്കിൽ അങ്ങനെ ഞാൻ തമിഴിൽ പോയപ്പോഴാണ് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച്. അപ്പോൾ ഞാനിപ്പോൾ ഈ റീസെൻ്റ് ഇൻ്റർവ്യൂസിലാണ് ഇത് പറഞ്ഞത്. ഞാൻ ഫിക്സ് ചെയ്തൊരു പേരുണ്ടായിരുന്നു ധനുഷ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോഴേക്കും ധനുഷ് വന്നു. പിന്നെ ഞാൻ ആര്യൻ എന്ന് വെച്ചു. ആര്യൻ ഇത് തമിഴിലേക്ക് വരുമ്പോൾ കേട്ടോ, വെച്ചിട്ടൊന്നുമില്ല. ആര്യൻ എന്ന് മൈൻഡിൽ തമിഴിൽ എൻ്റെ ഈ ഫസ്റ്റ് പടത്തിന് ടൈറ്റിൽ കാർഡ് കൊടുക്കേണ്ട സമയമായി. അപ്പോൾ അതിനൊരു 2 മാസം മുമ്പ് എനിക്ക് ഇങ്ങനെ ബാംഗ്ലൂർ പോകുമ്പോഴാണ് അങ്ങനെ ഒരു മൈൻഡ് വന്നു ആര്യൻ. ഓക്കെ. അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞില്ല ആ പേരിൽ ഇനി ഒരുത്തം വരുന്നുണ്ട്. നോക്കുമ്പോൾ ആര്യ വന്നു. അങ്ങനെ അത് പോയി. ആര്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ പാടാ എൻ്റെ പേര് ആര്യ എന്ന് പറഞ്ഞാൽ അത് പോയി. പിന്നെ ഞാൻ ടൈം ഇതായി എന്ന് വെച്ചാൽ 2-3 ദിവസത്തിനകം പേര് വരണം. ഞാൻ പിന്നെ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും, സുനിൽ തന്നെ ആയിരിക്കും. പക്ഷെ എന്നാലും എൻ്റെ മൈൻഡിൽ കുറേ നാളായില്ല, ഇത് കുറേ വർഷങ്ങളായത് മൈൻഡിൽ ഇങ്ങനെ. അങ്ങനെ ഞാൻ ഒരാളുടെ മുമ്പിലിരുന്ന് അദ്ദേഹത്തിന് ഈ പേരിൻ്റെ കാര്യത്തിലൊക്കെ മിടുക്കനാണെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയത്. നോക്കിയപ്പോൾ അതൊക്കെ തെറ്റായിരുന്നു. അദ്ദേഹത്തിന് അതായിട്ടൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു ശരി എനിക്കാണ്. അപ്പോൾ ഐ ഗോട്ട് എ റോങ് ഇൻഫർമേഷൻ. ഇത് ഏർലി മോർണിംഗ് 6 മണിക്ക് ചെന്നൈയിൽ നിന്ന് വേലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടാ നീയല്ല പേരിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്, ഒരാൾ കുറേ പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ പറഞ്ഞു ആരാത് നോക്കട്ടെ, കാരണം എനിക്ക് 2 ദിവസത്തിനകം പേര് കാണും. ഇപ്പം ഞാനായിട്ട് കിട്ടുന്നില്ല, എനിക്ക് വേണ്ടി ആരും ഇട്ട് തരുന്നില്ല. ഇപ്പം ആരെങ്കിലും ഇയാൾ കാരനാണോ എന്നുള്ളത്. അപ്പോൾ അയാളുടെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒന്നും അല്ല, അയാൾ അസ്ട്രോളജറായിരുന്നു. അതല്ല നമ്മുടെ ആവശ്യം. എന്നാ തമ്പി சொல்லுங்க. ഞാൻ പറഞ്ഞു ഇങ്ങനെ പേര് എന്നാ പേര്. ഞാൻ പറഞ്ഞു ഇങ്ങനെ 2-3 പേരുകൾ. ഞാൻ പറഞ്ഞു നരേൻ എന്നുള്ള പേര്. നരേൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സിലൊരു സ്പെല്ലിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി അത് എഴുതി. കുറച്ച് പ്രായമുള്ള ആളാണ്. ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ ഒരു സ്പെല്ലിംഗ് എഴുതി? എനിക്ക് അപ്പടി തോന്നിച്ച് ഞാൻ എഴുതിയിട്ട്. ഞാൻ പറഞ്ഞു അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. NAREN എന്നാണ് എല്ലാവരും എഴുതി. ഞാൻ NARAIN റെയിൻ എന്നുള്ള രീതിയിൽ അയാളത് എഴുതി. ഓക്കെ. ഇത് രാവിലെ കേട്ടോ. അപ്പോൾ എൻ്റെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ്. ഞാൻ പോയി ആൽവാർപേട്ട്. കമൽ സാറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് ബാക്കിൽ എൻ്റെ ഫ്ലാറ്റ്. ഞാൻ 20 വർഷമായിട്ട് കമൽ സാറിൻ്റെ ഓഫീസിന് ചുറ്റും മാത്രമേ താമസിക്കുന്നു. വാശിയിൽ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. ഞാൻ 10 തവണയായിട്ട് വീട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ചുറ്റുമായിരുന്നു. ഒന്നുമല്ല, എൻ്റെ ഒരു മൈൻഡിന് വേണ്ടി മനസ്സിലായിട്ട് ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ ഞാൻ നാട്ടിലേക്ക് വരും. അത് അന്നേ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ പിന്നെ അത് അവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പറ്റും. അപ്പം അതിൻ്റെ ഇത് ചാൻസ് അന്വേഷിക്കുന്ന സമയം അപ്പോഴാണ് മറ്റേ ഫോർത്ത് പീപ്പിൾ അച്ഛൻ്റെ അമ്മയൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ചിത്രം പേസരി ചെയ്യുമ്പോഴും അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞാൻ അവിടെ പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിക്കാൻ നേരത്ത് ഹോർഡിങ് ഫിക്സ് ചെയ്യുക. അപ്പോൾ മുകളിൽ നോക്കുമ്പോൾ അവരിങ്ങനെ ഫ്രണ്ട് ഏറ്റവും ബാക്കിൽ നിന്നൊക്കെ ഫിക്സ് ചെയ്തിട്ട് ലെഫ്റ്റ് കോർണറിലാണ് ലാസ്റ്റ് അവർ പോസ്റ്റ് ചെയ്യും. നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്ന ഇതാണ്. നോക്കുമ്പോൾ വരച്ച നരേൻ കാർത്തികേയൻ. ഇതല്ലേ ഇപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് അതേ സ്പെല്ലിംഗ് ഫിക്സ് ചെയ്തു. ഇതൊരു നിമിത്തം വെച്ചിട്ട്, കാരണം ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഹവ് നോട്ട് അങ്ങനെ ഫിക്സ് ചെയ്താൽ അറിയുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇല്ലാത്തൊരു പേരാണത്. എന്നിട്ട് ഞാൻ മിഷ്കിനെ വിളിച്ചു. അത് ഭയങ്കര കോമഡി ആയിരുന്നു. മിഷ്കിൻ മറ്റേ ടൈം ഇല്ല, മിഷ്കിൻ മേഡം പറഞ്ഞു പേര് എന്നാ നരേൻ. ഓക്കെ കട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു മിഷ്കിൻ എന്നടാ പുതു പേര് നരേൻ. ഓക്കെ ഡാക്ടർ. വീണ്ടും വിളിച്ചു. കട്ട് ചെയ്യല്ലേ മിനിറ്റ്. ഇന്ന് അവനെന്തോ ടെൻഷനിലാണ്. പുതു പേര് നരേൻ. ഇസ് ഇറ്റ് ഓക്കെ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ വാ. ഓക്കേനാ? ഓക്കേടാ. ഓക്കെ കട്ട് കഴിഞ്ഞു. ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ചു. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അമ്മേനെ വിളിച്ചിട്ട് അമ്മേ പേര് കിട്ടി. അവർ എന്താ പേര്? നരേൻ. എന്ത്? നരേൻ എന്നാണ് അമ്മ എൻ്റെ പേര്. എനിക്കൊന്നും മനസ്സിലാവും. അമ്മ എൻ്റെ പുതിയ പേരാണ് നരേൻ. ഞാൻ ഒരു മിനിറ്റ് ഞാൻ അച്ഛന് ഫോൺ കൊടുക്കും. അച്ഛൻ യെസ് മൈ സൺ. ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ പേര് വാട്ട് ഇസ് ഇറ്റ്? ഇറ്റ്സ് നരേൻ. വാട്ട്?
നരേൻ, ആർ യു മാഡ്? ഇതാണോ നീ ഞങ്ങളുടെ അടുത്ത് ഇത്രയും നാൾ ഇടിവെട്ട് പേര് വേണം, ഇടിവെട്ട് വേണം? ഞാൻ പറഞ്ഞു അല്ലാച്ചത് ഇങ്ങനെ ഒരു പേര്, നീയാണല്ലോ തീരുമാനിക്കണം നിന്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല. പക്ഷെ എന്തായാലും ഒരു കാര്യമുണ്ടോ, നമ്മളിപ്പം പക്ഷെ അന്ന് ഞാൻ വെച്ചപ്പോൾ ഇത് മലയാളത്തിൽ ഈ പേരില്ല എന്നുള്ളത് ഞാൻ ഓർത്തില്ല. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ നരനോ, ഞാൻ നരൻ നരൻ നരൻ, അപ്പം നരൻ ഹിറ്റാവും. അതിനു മുമ്പാണ് നരനൊക്കെ ഇറങ്ങി. അപ്പം നരൻ ഭയങ്കര ഹിറ്റും. നരൻ, അതുകൊണ്ടാണോ പേര്? അയ്യോ അതല്ല, അത് പിന്നെ എനിക്ക് കുറച്ച് ഇന്റർവ്യൂസിലെടുത്ത് പറയേണ്ടി വന്നു. നരേൻ എന്നാണ്, നരേന്ദ്രന്റെ ഷോർട്ട് ഫോം ആണ് നരേൻ. അമ്മയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഹലോ നരേൻ, അമ്മയ്ക്കെന്നെ ചിരിയൊക്കെ വരും. നരേൻ എന്ത് പറയണു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു. എന്തായാലും സംഭവമായിപ്പോയി. അപ്പം മോള് ഗിറ്റാറൊക്കെ നന്നായിട്ട് വായിക്കുന്നു, ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കാണുന്നുണ്ട്. മോള് ആക്ച്വലി കുറച്ച് പാട്ടിന് ഇഷ്ടമാണ്, ഇൻസ്ട്രുമെന്റ്സ് ഇഷ്ടമാണ്, കുറച്ച് ഡാൻസ് ഇഷ്ടമാണ്. അങ്ങനെ ചെറുതായിട്ട്. അപ്പം അവരൊക്കെ എറണാകുളത്ത് ചേർത്തു സ്കൂളിലൊക്കെ. ആ ഫ്ലോ അങ്ങ് മിസ്സായി ചെന്നൈ. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ ടൂക്ക് ഡിസിഷൻ രണ്ടും കൂടി. കാരണം പലതവണ ഞാൻ വരാൻ നിന്നതാണ്, പല കാരണങ്ങളാണ്. ഞാൻ 2013 തന്നെ വീരപുത്രൻ, 2011 വീരപുത്രൻ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ വരാൻ നിന്നതാണ്. അന്നേ ഉണ്ട് ഈ മൈൻഡിൽ ഈ പ്രശ്നം. അപ്പോൾ വീണ്ടും മിഷ്കിൻ വിളിച്ച്, മിഷ്കിനും ഞാനും തമ്മിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്കല്ല, പുള്ളിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 2 വർഷത്തിന് ശേഷം പുള്ളി വിളിക്കുകയാണ്, ഫോണിൽ വിളിക്കുക. പുള്ളി പറഞ്ഞു, അപ്പോൾ ഞാൻ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നിൽക്കുക. അപ്പോൾ മോളപ്പോൾ സ്കൂളിൽ ചേർത്തില്ല, ചെറിയ ആളായിരുന്നു. വീരപുത്രൻ കോഴിക്കോടാണ് ഷൂട്ടിങ്, 2 മാസത്തെ ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും ഷിഫ്റ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോഴാണ് മിഷ്കിൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, UTVയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്, വലിയ പടമാണ്, 2 നായകന്മാർ വേണം, അതിലൊരു നായകൻ വില്ലനായിട്ട് അഭിനയിക്കണം. സോ ഇറ്റ് വിൽ ബി ഗുഡ് തിങ് ഫോർ യു, ബട്ട് യു ഹവ് ലേൺ 10 months ഓഫ് കുങ്ഫു ആൻഡ് 6 months ഓഫ് ഷൂട്ടിങ്. അപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷം 2 വർഷം ഞാൻ എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നിട്ട് തിരിച്ച അവസാനം അവിടെ അങ്ങനെ ഒരു അങ്ങനെ 2-3 തവണ നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 വർഷം കഴിഞ്ഞ് പോകാൻ നേരത്താണ് കൈദിയുടെ കോള് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കോവിഡ് സമയത്ത് ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തു 2020 ജാനില്. പോയി മാർച്ച് ആയപ്പോഴേക്കും കോവിഡ് തുടങ്ങി. അങ്ങനെ പല കാരണങ്ങളും. അപ്പോഴേക്കും പിന്നെ മഞ്ജു വിത്ത് സെക്കൻഡ് ആളായിട്ട് കൺസീവ് ആയി. പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ എല്ലാം യാദൃച്ഛികതകളായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം. അപ്പോൾ ഇത്തവണയും ഇവിടുത്തെ താമസം എന്ന് പറയുന്ന ഒരു പുതിയ എന്താ പറയുക, കരിയറിലൊരു പുതിയ സംഭവമായിട്ട് ആവട്ടെ. എല്ലായിടത്തും ഒരു ചെന്ന് കഴിഞ്ഞാൽ ടേക്സ് ടൈം. അപ്പം അതിൻ്റെ ഒരു സമയം എടുക്കും. അങ്ങനെ നമ്മളൊരു ടൈം നമ്മൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ പതുക്കെ 2-3 സിനിമ ബാക്ക് ടു ബാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മഞ്ജു അപ്പം പൂർണ്ണമായും വീട്ടമ്മയായി. അവതാരകയായിരുന്നു, ആങ്കറായിരുന്നു. പിന്നെ ആങ്കറായിരുന്നു. അതിനുശേഷം അവിടെ ഓൺലൈൻ കോപ്പി റൈറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് കാലം. പിന്നെ അതും വിട്ടു. ഷീ ഈസ് ക്വൈറ്റ് ഹാപ്പി. പിന്നെ ഇപ്പോൾ ചെറിയ ആൾ ചിലപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കഴിഞ്ഞാൽ ഷീ മൈറ്റ് സ്റ്റാർട്ട് സംതിങ്. അപ്പം സുനിൽ എന്ന നരൻ സംതൃപ്തനാണോ? ഒരിക്കലും അല്ല. എന്തൊരു ആർട്ടിസ്റ്റ് അല്ലേ? ആർട്ടിസ്റ്റ് എങ്ങനെ സംതൃപ്തി? അല്ല, ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല ഈ സിനിമയിൽ ഇപ്പം സിനിമാറ്റോഗ്രാഫർ ആകാൻ വന്നു, സംവിധായകനൊക്കെ ആകാൻ സാധിക്കും. അങ്ങനത്തെ എന്തെങ്കിലും ഒരു മനസ്സിലുണ്ടോ? അതല്ല, ഞാൻ എന്ത് പറ്റിച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അഞ്ചാതെ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഒരു കരിയറിലൊരു അല്ലെങ്കിൽ വാട്ട് എവർ വലിയ ഹിറ്റിന് ശേഷം പ്രോജക്റ്റുകൾ പലതും തടസ്സമാവാൻ തുടങ്ങി. അത് എനിക്ക് മാത്രം അറിയുന്ന കുറേ വിഷയങ്ങളാണ്. ഐ കാൺ ഷെയർ ദിസ് ഓൾസോ. എൻ്റെ അടുത്ത തമിഴ് പടം 8 മാസം ഷൂട്ടിംഗ് കഴിഞ്ഞ് 70% ഷൂട്ടിംഗ് കഴിഞ്ഞ് പടം നിന്നൊരു പടമുണ്ട്. സൺ ടിവിയുടെ ഫസ്റ്റ് പ്രോജക്റ്റ്. 70% ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് സമാന്ത ആയിരുന്നു ഹീറോയിൻ. പോയി. അതിനുശേഷമുള്ള പടം വിത്തിൻ 2-3 months 4 months ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട പടം took 1.5 years. And I had to invest money to release 2-3 films. I got cheated twice. ഞാനിവിടെ 5 പടം കമ്മിറ്റ് ചെയ്യുന്നു മലയാളത്തിൽ, 1 വർഷം 6 പടം, 5 പടം ക്യാൻസൽ ആവുന്നു. സോ ദർ ഇസ് എ ഫേസ് വിച്ച് വെന്റ്. അപ്പം അങ്ങനെ ഒരാൾ സംതൃപ്തനാവാൻ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. നൗ അതൊന്ന് തിരിച്ച് ക്ലിയർ ആയി വന്നു കഴിഞ്ഞാൽ ദെൻ സോ ഐ എം ഫൈറ്റിംഗ് മൈ വേ ഔട്ട്. അത്രയേ ഉള്ളൂ. അത്
ദർ ഇസ് എ പ്ലസ് ആൻഡ് മൈനസ് എന്ന് പറഞ്ഞ സാധനം. ഓക്കെ. അങ്ങനെ പറയാം. അപ്പോൾ അതിന് തുടക്കമിടട്ടെ സാഹസം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും. ഇനി അതിൽ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകർ വണ്ടിയെപ്പറ്റി കേൾക്കാൻ ആഗ്രഹിക്കും. ഏത് വണ്ടി ഉപയോഗിക്കുന്നത്? ഞാൻ ആക്ച്വലി ഇത്രയും കാലം ഉപയോഗിച്ചിരുന്നത് ഷെവർലിയുടെ ക്യാപ്റ്റീവയാണ്. ആ ശരി. അപ്പം ഞാനത് അവിടുന്ന് വന്നപ്പോൾ ഐ ജസ്റ്റ് സോൾഡ് ഇറ്റ്. ഇൻ ബിറ്റ്വീൻ ദർ വാസ് എൻ X5. ഇറ്റ് ഇസ് ഐ എം ജസ്റ്റ് ഗീവ് ഇറ്റ്. പക്ഷേ ഷെവർലെ ഐ ഡോണ്ട് നോ വൈ പ്രോബബ്ലി കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് പലവർക്കും എനിക്ക് അതിന് മുമ്പ് ഓപ്റ്റർ ആയിരുന്നു. ഞാൻ ആദ്യം മേടിച്ചത് ഓപ്റ്റർ ആയിരുന്നു. പക്ഷെ ഷെവർലെ വരുമ്പോൾ എല്ലാവരും ലൈക്ക് ബട്ട് വെൻ പീപ്പിൾ വെൻ അത് ഓടിച്ചവരും ട്രാവൽ ചെയ്യുന്നത് ദെൻ ദേ നോ ഹൗ ഗുഡ് ഇറ്റ് ഇസ് ബട്ട് ദേ സ്റ്റോപ്ഡ് ഇറ്റ്. അതെ, ക്യാപ്റ്റീവ പക്ഷേ റീസെയിൽ വാല്യൂ വളരെ കുറവായിരുന്നു എന്നുള്ളതായിരുന്നു. കുറവായിരുന്നു. അതിന് കുറച്ച് ഹൈ മെയിൻ്റെനൻസ് ഉണ്ട്. ബട്ട് എവറിബഡി ലൈക്ക് അതൊരു. അപ്പം നൗ ഐ എം ആക്ച്വലി ഇൻ ലുക്കിംഗ് ഔട്ട് ഫോർ വൺ. അപ്പം ഞാൻ അവിടെ ഈ X5 ഞാൻ ഹാഫ് ദ ടൈം ഐ എം ചെന്നൈ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഐ യൂസ് ഇറ്റ്. പക്ഷെ അത് ഐ വോണ്ട് ടു, ഇപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഐ വോണ്ട് ടു ഗെറ്റ് സംതിങ്. SUV തന്നെ ആയിരിക്കും ബിക്കോസ് വി ആർ യൂസ് ടു എൻ SUV ആൻഡ് മഞ്ജുവും അതാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ലൊക്കേഷനിലേക്കൊക്കെ പലപ്പോഴും പോകുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ. അത് അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി ഉണ്ടാവുമല്ലോ അല്ലേ, ചെറിയൊരു വണ്ടിയെങ്കിലും? അതുണ്ട്, ഇവിടെ ഇന്നോവ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഗിഫ്റ്റ് കൂടെ തന്നുവിടാം. എന്നിട്ട് പുതിയ വണ്ടി വരുമ്പോൾ പുതിയ ഗിഫ്റ്റ് തരാം. പുതിയ വണ്ടി വരുമ്പോൾ ഞാൻ അറിയിക്കാം. ഷുവർ. അതെ. അപ്പോൾ ഇവിടെ കാക്കനാട് റോഷോ എന്ന ഡീറ്റെയിലിംഗ് സെൻറ്റർ തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റാണ്. ഓക്കെ, അപ്പം ഫൈൻ. താങ്ക് യു സോ മച്ച്. ഈ പറഞ്ഞ പോലെ ഞാൻ ആദ്യം പറഞ്ഞില്ല, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നരേനോടൊന്ന് സംസാരിക്കും. ഞാനത് ലാൽ ജോസിനോടൊക്കെ പറഞ്ഞു എനിക്ക് നരേനെ പരിചയപ്പെടുത്തി തരണം എന്നൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തന്നെയാണ് പ്രശ്നം. നമ്മുടെയൊക്കെ മനസ്സിലോ നരേൻ പക്ഷേ ചെന്നൈയിലല്ലേ എന്നാലും നമുക്ക് എന്താണ് ആക്സസബിൾ അല്ല എന്ന് തോന്നിയിരുന്നു. പക്ഷെ എന്തായാലും കൊച്ചിയിലേക്ക് എത്തി. അപ്പം എല്ലാ സ്വപ്നങ്ങളും ഇനി സഫലമാകട്ടെ. സാഹസം അതിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഐ ഹോപ്പ് ദ ഇന്റർവ്യൂ വാസ് ഫൈൻ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി പുതിയ വണ്ടിയുമായിട്ട് കാണാം. തീർച്ചയായിട്ടും. ഞാൻ വാങ്ങുന്നതിന് മുമ്പ് കൺസിഡർ. താങ്ക് യു.